നമസ്കാരം. ഇന്ത്യയെ മാറ്റിമറിക്കാനുള്ള മോദിയുടെ മൂന്നാം ഊഴത്തിൽ വമ്പൻ നീക്കങ്ങൾ നടക്കുകയാണ്. നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചും മോദി കൃത്യമായ പാത വെട്ടുകയാണ്. 3 മുതൽ 4 വർഷത്തിനുള്ളിൽ 8 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു കഴിഞ്ഞു. വ്യാജ വിവരണങ്ങൾ ഒരു തരത്തിലും രാജ്യത്തെ തരം താഴ്ത്തിയിട്ടില്ല എന്നും മികച്ച ശ്രമങ്ങൾക്ക് നീക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. മുംബൈയിൽ 29,400 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യവേ നരേന്ദ്രമോദി ചില വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാജ്യത്ത് 8 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി പ്രധാനമന്ത്രി മോദി ഊന്നി പറയുന്നുണ്ട്. മൂന്നാം ടേമിൽ NDA സർക്കാർ 3 ഇരട്ടി വേഗത്തിൽ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർ വികസനത്തിനും നിക്ഷേപത്തിനും തൊഴിലിനും എതിരാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു എന്നതും എടുത്തു പറയണം. തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഉദ്ധരിച്ച് പ്രധാനമന്ത്രി മോദി കൃത്യമായ വസ്തുതകളാണ് നിരത്തിയത്. റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 3 മുതൽ 4 വർഷത്തിനിടയിൽ രാജ്യത്ത് ഏകദേശം 8 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഈ കണക്കുകൾ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നവരെ നിശബ്ദരാക്കി എന്നതും അടിവരയിടണം. ഈ വ്യക്തികൾ നിക്ഷേപം, അടിസ്ഥാന സൗകര്യങ്ങൾ, രാജ്യത്തിന്റെ വികസനം എന്നിവയെ നിശ്ചിതമായി എതിർക്കുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നതാണ് മോദിയുടെ പക്ഷം. അടൽ സേതു പാലത്തിന് വിള്ളലുണ്ടായെന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങളെ പരാമർശിച്ച് പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി മോദി ആഞ്ഞടിച്ചിരുന്നു. മുംബൈയിലെ ജീവിത നിലവാരം മികച്ചതാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം. അതിനാൽ മുംബൈക്ക് ചുറ്റുമുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയാണ്. മുംബൈയിൽ തീരദേശപാതയും അടൽ സേതുവും പൂർത്തിയായി. അടൽ സേതുവിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഇത് തടയാൻ എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ എല്ലാവർക്കും അതിന്റെ പ്രയോജനം ലഭിക്കുന്നു എന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അടൽ സേതു ഇപ്പോൾ പ്രതിദിനം 20,000 വാഹനങ്ങൾക്ക് സർവീസ് നടത്തുന്നു. 25 ലക്ഷം ലിറ്റർ ഇന്ധനം ലാഭിക്കുന്നുണ്ട്. മെട്രോ വികസനവും അതിവേഗമാണ് പുരോഗമിക്കുന്നത്. 10 വർഷം മുമ്പ് മുംബൈയിൽ 8 കിലോമീറ്റർ മെട്രോ ലൈനുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാലാനുസൃതമായി മികച്ച പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ നടപ്പിലാക്കുന്നതിന് പുതിയ പദ്ധതികൾ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഹാരാഷ്ട്രയെ രാജ്യത്തിന്റെ പ്രധാന വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റുന്നതിനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുംബൈയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുകൾ വളരെ ബൃഹത്താണ്. മുംബൈ നഗരം ലോകത്തിന്റെ ഫിൻടെക് തലസ്ഥാനമായി മാറണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കൊങ്കൺ തീരം, സഹ്യാദ്രി മലനിരകൾ തുടങ്ങിയ ആകർഷണങ്ങൾ പ്രയോജനപ്പെടുത്തി ഒരു പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള കഴിവ് മഹാരാഷ്ട്രയ്ക്കുണ്ട്. എല്ലാ തരത്തിലും ഇന്ത്യ വികസിക്കുകയാണ് ഇന്ന്. എല്ലാ മേഖലയിലും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസനത്തിന്റെ പ്രതീകമാണെന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളുമാണ് ഉണ്ടായത്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായാണ് നിൽക്കുന്നത്. NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റുമെന്ന് വരെ പ്രതിപക്ഷം കുപ്രചരണം നടത്തി. എല്ലാ നുണകളും താൽക്കാലികം മാത്രമാണ് എന്നതാണ് സത്യമെന്നും അദ്ദേഹം പറഞ്ഞു. സത്യം എന്നും വിജയിക്കുകയും ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു. 100 സീറ്റ് പോലും കോൺഗ്രസിന് നേടാനായില്ല, എന്നിട്ടും അവർ ആഘോഷിക്കുകയാണെന്നും ഷിൻഡെ പറയുന്നുണ്ട്. അപ്പോൾ മുംബൈയിൽ നടന്ന പരിപാടിയിൽ 29,400 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾക്ക് പിന്നാലെയാണ് രാജ്യം. ഇപ്പോൾ എന്തൊക്കെ നീക്കങ്ങളാകും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുക എന്നതിനുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണിത്. ഇതിനോടകം തന്നെ പല മേഖലകളിലും വമ്പൻ നേട്ടങ്ങൾ തന്നെയാണ് ഇന്ത്യ കൊയ്യുന്നത്. പ്രതിരോധ മേഖലയിലാണെങ്കിലും, വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും, വ്യാവസായിക കുതിപ്പിലാണെങ്കിലും എല്ലാത്തിലും ഇന്ത്യക്ക് മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ വീക്ഷണത്തോടെയുള്ള ഭരണവും അതേപോലെ തന്നെ മികച്ച നീക്കങ്ങളുമാണ് എല്ലാ തലങ്ങളിലും നടക്കുന്നത്. അത് രാജ്യ പുരോഗതിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.